ഹായ് ഹലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ടണലക്കോരത്തിന് പുറത്തിറങ്ങി കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോഴാണ് ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒരു ഉത്സവത്തിനുള്ള ആൾക്കാർ നിൽക്കുന്നത് കാണുന്നത്. നിൽക്കുന്നവരാരും പാറ പോലെ ഉറച്ചു നിൽക്കുന്നതല്ലാതെ ഒരടി ഫ്രണ്ടിലേക്ക് നടക്കുന്നുണ്ടായിരുന്നില്ല. എസ്പെഷ്യലി ചേട്ടന്മാർ എങ്ങനെയൊക്കെയോ ഇടിച്ച് തള്ളി കയറി ഫ്രണ്ടിലേക്ക് ചെന്നപ്പോഴാണ് മനസ്സിലായത് വെറുതെയല്ല ചേട്ടന്മാർ അവിടെ നിന്ന് മാറാത്തത്. അവിടെ ഇതുപോലെ വെള്ളത്തിനടിയിലായിട്ട് സുന്ദരിയായ ഒരു മത്സ്യകന്യകയുടെ പെർഫോമൻസ് നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ മാത്രം ആളുകൾ സ്റ്റാച്യു പറഞ്ഞതുപോലെ നിൽക്കുമായിരുന്നു. ഞാൻ തൊട്ടപ്പുറത്ത് നോക്കിയപ്പോൾ അവിടെ ഒരു സുന്ദരനായ മത്സ്യകന്യകൻ പെർഫോം ചെയ്യുന്നു. ഇനി ഞാനും കൂടെ നിന്നിട്ട് ആൾക്കാരുടെ തിരക്ക് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് മാത്രം ഞാൻ ആ കന്യകന്റെ അടുത്തേക്ക് കുറച്ചൊന്ന് നീങ്ങി നിന്നു. ആദ്യത്തെ കന്യകന്റെ ബോഡി വിത്ത് മസിൽസ് കുറച്ച് കൂടുതലായതുകൊണ്ടാണോ എന്നറിയില്ല, അവിടെയും ലേഡീസ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അതിന് തൊട്ടിപ്പുറത്തായിട്ട് വേറൊരു മത്സ്യകന്യകൻ ആളും മരവോ ഒന്നും ഇല്ലാതെ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങി റൈഡ്സ് എല്ലാം കണ്ടപ്പോഴേ കുഞ്ചൂസ് ഡബിൾ ഹാപ്പി. അത് കഴിഞ്ഞ് സൈഡിലേക്ക് നോക്കിയപ്പോൾ ഒരു ഫാൻസി സ്റ്റോർ കണ്ടപ്പോൾ എനിക്കൊരു സൈഡ് വലിവ് വന്നു. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ച് പുറത്ത് വന്നപ്പോൾ 10 രൂപ മുതലുള്ള സാധനങ്ങളുള്ള ഒരു കട കണ്ടു. അവിടുന്ന് കുറച്ച് പ്ലേറ്റ്സും ബൗളും ഒക്കെ വാങ്ങി. അത് കഴിഞ്ഞപ്പോൾ കഴിക്കുന്ന സാധനങ്ങളുടെ ഒരു ഏരിയ വന്നു. അവിടെ ഇതുപോലെ ഒരു ചോക്ലേറ്റ് ഫൗണ്ടൻ ഉണ്ടായിരുന്നു. അവർ 2 കേക്ക് പീസിന്റെ മേലെയായിട്ട് ഈ ചോക്ലേറ്റ് ഫൗണ്ടൻ ഒഴിച്ചു തരും. കുഞ്ചൂസിന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വാങ്ങി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ട്വിസ്റ്റ് ചെയ്തത് വന്നു. കുഞ്ചൂസ് കണ്ടോ മീൻ മുറിക്കുന്നിടത്ത് പൂച്ച വന്ന് നിൽക്കുന്ന പോലെ നിന്നിട്ട് വാങ്ങി കഴിക്കുന്നത്.